തമ്മിലാക്കിയിട്ടാ പറയും അയ്യോ മാന്യന്മാരായ ആളുകളുടെ അച്ഛനും അമ്മക്കൊക്കെ വിളിക്കുന്നേ. അപ്പോൾ മാന്യന്മാരായ സ്വഭാവം ആൾക്കാരുടെ സ്വഭാവം അല്ല അറിയാനുണ്ടാവില്ല. ഫുൾ ഫോം എന്താ? അതെന്താ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഓ അതുപോലും അറിയില്ലേ? അത്തരക്കാരി അല്ലാഞ്ഞിട്ടാണോ? അല്ല ഞാൻ എന്താ കൊഞ്ചിക്കൊഴിഞ്ഞത് എന്താ താൻ പറഞ്ഞെന്നാൽ മതി. സാജി ഞാൻ അത്തരക്കാരി ആണെന്നോ അല്ലാന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ എന്താണ് അത്ര കൊഞ്ചിക്കൊഴിഞ്ഞത് എന്ന് സാജി പറയേ. ഇഫ് യു ആർ എ ഞാൻ പറയണില്ല ബാക്കിയല്ല. വണക്കം വണക്കം. സരോജ് കുമാർ അല്ലേ അമ്മൻ്റെ അച്ഛനെയും കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ. സരോജ് കുമാർ കണ്ടിട്ടുണ്ടെന്നോ അമ്മൻ്റെ അച്ഛൻ്റെ? ഇതിന് മുന്നേയൊക്കെ നല്ല വൃത്തിക്കുള്ള കമൻ്റൊക്കെ ഇട്ടിരുന്ന മനുഷ്യനായിരുന്നില്ലേ. സോറി ഒന്നും വേണ്ടടോ. താൻ തൻ്റെ സംസ്കാരം എപ്പോഴും കാണിച്ചിട്ടുള്ളൂ. ഞാൻ പറയില്ലേ നിങ്ങൾക്ക് നിങ്ങളെ പുറത്ത് ചാടുന്നൊക്കെ ഉള്ളിൽ നല്ല മാന്യന്മാരായി ആൾക്കാരുടെ സ്വഭാവമാണ് പുറത്തേക്ക് ചാടുന്നത്. അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വീട് മലപ്പുറം. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയല്ല, ഈ മറ്റേ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി സാജി. ഞാൻ എവിടെ കൊഞ്ചിക്കൊഴിഞ്ഞൂന്ന്. ഓക്കെ. നഴ്സിംഗ് അല്ല, BHMS ഡോന് നഴ്സാണ്. വല്ല കാര്യമുണ്ടായിരുന്ന തൻ്റെ ഉള്ളിലുള്ള മൃഗം അങ്ങനെ പുറത്തേക്ക് ചാടാൻ. ആക്ച്വലി ഒരു മനുഷ്യനുണ്ടല്ലോ സമൂഹത്തിന് മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അയാളെ മൈൻഡിൽ വേറെ തോട്ട്സൊക്കെ കാരണം വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണിച്ചപ്പോൾ പേഷ്യൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക അയാൾക്ക്. അപ്പോൾ അത് എന്നോട് അപ്പോൾ അവിടെ നിന്ന് കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ അത് എന്തുവർക്ക് തുറന്ന് പറയാൻ പറ്റും. കാരണം അത് നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല. ഓക്കെ. ഈ സരോജ് കുമാർ ഇപ്പോൾ നേരിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്നോട് ചോദിക്കാൻ വയ്ക്കൂല. ഐ നോ ഷുവർ ദാറ്റ്. ഓക്കെ. ക്ഷമിക്കണോ? പിന്നെ ഞാൻ ക്ഷമിച്ചു. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് വിട്ട്. ഈസ് നോട്ട് എ ബോൺ ഹ്യൂമൻ. അതെ, കറക്റ്റ്. അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ആദ്യം നിൻ്റെ തല നല്ല രീതിയിൽ മറക്കാൻ നോക്ക്. തലയും കഴുത്തൊന്നും മറക്കാത്തവരും ഇതാണെന്നാണോ ഉദ്ദേശിച്ചത്? കൊഴിഞ്ഞാടുന്നവരാണെന്ന് സാജിനോട് ആരാ പറഞ്ഞത്? അതൊക്കെ ഓരോരുത്തർ എനിക്കിതാണ് ഇഷ്ടം. എൻ്റെ ലൈഫ് എൻ്റെ ഒരു താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ഇഷ്ടം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇടാറ്. അതാ ഞാൻ ഇങ്ങനെ ചുറ്റിക്കെട്ടി ലൈവിന് വരുമ്പോൾ ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ ഇടാറ്. അതിപ്പോൾ ഇത് എന്നെ എപ്പോഴും കാണുന്ന പോലെ കാരണം. അല്ലാതെ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഭയങ്കര സുജയെ നടന്നുകൊണ്ട് ലൈവിൽ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയാണെന്ന് ഈ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ. ഇതൊന്നും കുറവില്ല, ഇതൊന്നും കൂടണമില്ല. ഓക്കെ ഫൈൻ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ? യെസ്. ഓ അതെന്തിനാ സാജി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞെന്നാ? എത്ര വയസ്സുണ്ട്? നല്ല ചൊറിച്ചിലുണ്ട് തോന്നുന്നുണ്ട്. എംകിങ് എന്താ പിന്നെ പേര് മാറ്റിയത്? വൈ യു ചേഞ്ച് യുവർ നെയിം? എനിക്ക് നിങ്ങളെ പേരൊക്കെ ഇഷ്ടമായി. ആയിക്കോട്ടെ, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോ. അതെ ഓനക്ക് കേസ് കൊടുക്കണം. അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. BHMSന് ചെറിയ പ്രാന്ത്, അതുകൊണ്ട് മാറ്റി. എന്ത് മാറ്റിയെന്ന് മനസ്സിലായില്ല. കൂടുതലൊക്കെ വന്നുള്ളവർക്കൂടും കമൻസ്. അത് ഞാൻ ഇന്നൊന്നിലും വിരൽ തുടത്തിയതല്ല സാജി. ഓക്കെ. ഈ അതിൻ്റെ വീഡിയോസ് ഫുള്ള് നോക്കി വെക്കുക. ഞാൻ ഇന്നൊന്നിലും വിരൽ തുടത്തിയതല്ല. ഓക്കെ ഫൈൻ. അങ്ങനെ മാറണം എനിക്ക് എന്നോ മാറേണ്ട സമയം കഴിഞ്ഞാൽ. ഒന്നുമില്ലെങ്കിൽ എനിക്ക് 23 വയസ്സായില്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ നമ്മൾ വരുന്നത് മാറാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നോ മാറണം. ഓക്കെ. MKPS ഏത് ഹോസ്പിറ്റലാണ്? കോഴിക്കോട്. എനിക്കാ കഴിഞ്ഞല്ലോ. സാജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ. പെണ്ണാവാനും മതി. ചൊറിയുന്നുണ്ട്. അതെ, ചൊറിയുന്നത് മാന്തു. നിങ്ങളുടെ കുരു നിങ്ങൾ തന്നെ പൊട്ടിക്കല്ലാതെ വേറെ മേത്തിട്ട് അത് പൊട്ടിക്കാൻ വരാതിരിക്കൂ പ്ലീസ്. കലിപ്പല്ല അതൊക്കെ. ഞാൻ ജസ്റ്റ് എന്നോട് റിയാക്ട് ചെയ്യുള്ളൂ. എന്നോട് വൃത്തിക്ക് ഒരാൾ ചിരിച്ച് സംസാരിച്ചാൽ അപ്പോഴും ഞാൻ ചിരിച്ച് സംസാരിക്കും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മുറിച്ചതാണെന്ന് എനിക്ക് തോന്നണില്ലല്ലോ. എന്താ കൈ ഒടിഞ്ഞാ? ആരെങ്കിലും തച്ചൊടിച്ചോ? ഞാനും നല്ല കാര്യം പറഞ്ഞത് ചേച്ചി സാജി. ഞാനും നല്ലതാ പറയണേ. ഞാനും ചൂടാവല്ല. ഞാൻ എൻ്റെ സൈഡാണ് ഞാൻ ക്ലിയർ ചെയ്യണത്. അത് ഓരോരുത്തരുടെ വ്യൂ ആവുമല്ലോ. എൻ്റെ വ്യൂ ഇങ്ങനെയാണ്. കോഴിക്കോട് ഏതാ? കാരപ്പറമ്പുള്ളത്. അതെ നമ്മളുടെ ലൈഫാണ്, നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ.
അതെ, ഞാൻ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത്